ഹലോ ഗൈസ്, ഇച്ചസ് വ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ്. സൂപ്പർ എക്സ്പോ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിവിശാലമായ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ എക്സ്പോ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നമ്മളിനി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് പ്രൈസ് ഒരാൾക്ക് 100 രൂപയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ആദ്യമേ കയറി ചെല്ലുന്ന ഒരു റോബോട്ടിക് സൂവിലേക്കാണ്. ആനിമൽ റോബോട്ടിക് പാർക്കെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ജുറാസിക് പാർക്കിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. വലിയൊരു പരുന്തിനെ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളും എല്ലാവരും വളരെ കൗതുകത്തോടെയാണ് ആ പരുന്തിനെ ഇങ്ങനെ വീക്ഷിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ഡൈനോസറുകളെ കാണാൻ പറ്റും. വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് അവരവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു സൂപ്പർ ഒട്ടകപ്പക്ഷി അവിടെ നിൽപ്പുണ്ട് ഗൈസ്. വലിയ ഒരുപാട് കാഴ്ചകൾ ഇനിയുമുണ്ട്. ഇതാ ഒരു മൂങ്ങ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ തത്തകളുണ്ട്. വേഴാമ്പലാണെന്ന് തോന്നുന്നു ഗൈസ് അത്. പിന്നെ ഒരു ഒട്ടപ്പക്ഷി ഇവിടെയും ഉണ്ട്. പിന്നെയും തത്തയുണ്ട്. പെൻഗ്വിനുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഒരു അരുവി സെറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗൈസ്, ഇനി നമ്മൾ പോകുന്നത് ഹ്യൂമനോയിഡ് റോബോട്ടിക്കിനെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ റോബോട്ടിൻ്റെ അടുത്തെത്തി. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു ഗൈസ്. കുട്ടികൾക്ക് വളരെ കൗതുകം തോന്നി. എല്ലാവരും വന്ന് ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാനും കൊടുത്തു. പിന്നെ അവിടെ തന്നെ ഒരു റോബോട്ടിക് ഡോഗ് ഉണ്ടായിരുന്നു ഗൈസ്. ഇതാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കാണാം. അവിടെ നിന്ന് റോബോട്ടിൻ്റെ കൂടെ ഒരു പിക്കൊക്കെ എടുത്തു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഇനി നമ്മൾ പോകുന്നത് 360 സൂപ്പർ റിയാലിറ്റി ധൂം തിയേറ്റർ കാണാനാണ്. ഇതാണ് ഗൈസ് ധൂം തിയേറ്റർ. ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് കാണിച്ച് വേണം കയറാൻ. പൊളിയാണ് ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. ശരി, നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
അങ്ങനെ ഗൈസ് നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ. അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഐസ്ക്രീം മേളയും പോപ്കോൺ മേളയൊക്കെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ നമ്മൾ ചെല്ലുന്നത് വ്യാപാര വിപണന മേളയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് സ്റ്റോളുകളുണ്ട്, നമുക്കൊന്ന് കണ്ടേച്ച് വരാം. ഗൈസ് ഒരുപാട് സ്റ്റോളുകളുണ്ട്, നല്ല വെറൈറ്റി ഐറ്റംസുകളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ വന്നപ്പോഴത്തേക്കും കണ്ടാണ് ബുക്ക് സ്റ്റാൾ. ഒരുപാട് ബുക്കുകളുണ്ട്, ഇംഗ്ലീഷ് മലയാളം എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഓഫറുകളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പുളിമുട്ടായിയുടെ ഒരു വൻ ശേഖരം തന്നെയുണ്ട്. അച്ചാറുകളുടെ കമനീയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. വെറൈറ്റി അച്ചാറുകളാണ്, സൂപ്പർ പൊളിയായിരുന്നു. പിന്നെ പെർഫ്യൂംസിൻ്റെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പച്ചക്കറി തൈ, ചെടികളുടെ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു. പാലക്കാടൻ പനം കൽക്കണ്ടം ഉണ്ടായിരുന്നു. മിഠായി ആണെങ്കിൽ ഒരു ഡസൻ മിഠായികളാണ്. ഹൽവ ആണെങ്കിൽ വെറൈറ്റി കളറുകളിൽ പൊളി ഐറ്റം. പിന്നെയും കുറേ സ്റ്റോളുകളുണ്ടായിരുന്നു, പലഹാരത്തിൻ്റെയും മിഠായികളുടെയും തന്നെ. പഴയകാല മിഠായികളൊക്കെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ കട്ടില്, അലമാര, അങ്ങനത്തെ ഫർണിച്ചർ ഐറ്റംസിൻ്റെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു. തൊപ്പികൾ, ബെൽറ്റുകൾ, വാച്ചുകൾ. അല്ലാതെ ഇനി നമ്മൾ പോകുന്ന ഫുഡ് കോർട്ടിലേക്കാണ്. വെറൈറ്റി ഫുഡ് കോർട്ടാണ്. ബജി തന്നെ പലതരമുണ്ട്, പാനിപ്പൂരി പലതരമുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് കിച്ചണിൽ കപ്പയുണ്ട്. അതുപോലെ റൈസിന് പലതരം വെറൈറ്റീസുകളുണ്ട്. പിന്നെ അവിടുത്തെ ടേബിൾ അറേഞ്ച്മെൻറ്റ്സൊക്കെ വളരെ സൂപ്പറായിരുന്നു. നല്ലൊരു ഫുഡ് കോർട്ടായിരുന്നു ഗൈസ്. ഇനി പോകുന്ന ഗെയിം സോണിലാണ്. ഫാമിലി ഗെയിമിൽ ആദ്യം കാണുന്ന റിങ് എറിഞ്ഞ് അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കുന്ന ആ ഗെയിമാണ്. 50 രൂപയാണ് ആ ഗെയിമിൻ്റെ ചാർജ്. ഇനിയുള്ള ഗെയിമാണ് ബലൂൺ ഷൂട്ടിംഗ് ആണ്. ഗെയിം ഗ്ലാസ് പിരമിഡാണ്. 50 രൂപയ്ക്ക് 3 ബോൾ വരും. അത് വെച്ച് നമ്മൾ എറിയുമ്പോഴത്തേക്കും ആ പിരമിഡ് ഗ്ലാസ് ഫുള്ള് താഴെ വീഴുവാണെങ്കിൽ നമുക്ക് 150 രൂപ കിട്ടും. അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബോൾസ് തരും. ആ ബോൾസ് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൽ എത്ര നമ്പറുണ്ട് ആ നമ്പറിലുള്ള ഇരിക്കുന്ന ഗിഫ്റ്റ് നമുക്ക് തരും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും വന്ന് കാണുക. നമ്മുടെ മറൈൻ ഡ്രൈവിലാണ്. ഉച്ചതിരിഞ്ഞ് 2 PM മുതൽ 10 മണി വരെയാണ്. ജൂലൈ 13 അവസാന ദിവസം. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.